ആരാണ് ആദ്യം ഇത് പൊട്ടിച്ചിട്ട് പുറത്തു പോകുന്നത് അവര് തോക്കും. അയ്യോ ഇത് ടാസ്കാ. വേണ്ടല്ലേ ഇരുന്നുറങ്ങോ. അയാളുടെ വയറിന്റെ പാട് കാണാം. ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, ഒരു 24 hours ഒരു ചലഞ്ചിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് നമ്മൾ ലാംഗ്വേജ് ചലഞ്ച് ആയിരുന്നു 24 hours ചെയ്തത്. അപ്പൊ ഇന്ന് നമ്മളൊരു ഒരു ഫിസിക്കൽ ഗെയിമുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് സുഹൃത്തുക്കളെ. അപ്പൊ മൃദുലേ ആ ടേപ്പ് കാണിക്കൂ. ഇതെന്തിനാണെന്ന് അറിയാമോ? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഫിസിക്കൽ ഗെയിം ആണെന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് മൃദുലയ്ക്ക് വയ്യാത്തത് കൊണ്ട് മൃദുല ഇന്ന് ഗെയിമിലില്ല. ഇന്ന് ഞാനും കൊച്ചുമായിരിക്കും മത്സരിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സാധനം നമ്മുടെ ബോഡിയിൽ ഫുൾ നമ്മൾ ചുറ്റാൻ വേണ്ടി പോണ രണ്ടുപേരുടെ. ബാത്റൂമിൽ പോയാലും ഒന്നിച്ച്, ഞാൻ പോണില്ല. ഫുഡ് കഴിച്ചാലും ഒന്നിച്ച്, ഡാൻസ് കളിക്കാനും ഒന്നിച്ച്, എല്ലാത്തിനും ഒന്നിച്ച്. അതെ ഗൈസ്, ഇന്ന് എല്ലാത്തിനും നമ്മൾ ഒന്നിച്ചാണ്. അപ്പം ആരാണോ പറ്റാത്തത്, അതായത് എനിക്ക് പറ്റുന്നില്ലടാ, എനിക്ക് ബാത്റൂമിൽ പോയാൽ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് നിന്നേ പറ്റത്തുള്ളൂ, ബുദ്ധിമുട്ട് എന്നുള്ളവര് എനിക്ക് ബാത്റൂമിൽ പോണില്ല, നീയും കൂടെ വന്നാൽ മതി, പ്രശ്നം തീർന്നില്ലേ? ഞാൻ വരത്തില്ല. നീ അറ്റത്തിരുന്ന് എനിക്കൊരു വിരോധമില്ല. നമ്മളെ ചലഞ്ച് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം തുടങ്ങല്ലേ വെച്ചു? എന്തെങ്കിലും പറയാനുണ്ടോ? കൊച്ചു താണ്ടെ ഷർട്ടൊക്കെ മാറ്റി ബ്ലാക്ക് ടീഷർട്ടൊക്കെ എടുത്തിട്ട് വന്നിരിക്കുകയാണ്. അറിയത്തില്ല പൊട്ടിച്ചെന്ന്. അതെ, ഇന്നത്തെ ദിവസം മൊത്തം ഇങ്ങനെ ആയിരിക്കല്ലേടാ. ഇവിടെ വന്ന് എന്റെ ചെറുക്കന്മാർ രണ്ടുപേരും കെട്ടിയിട്ട് ഇന്നത്തെ ഫുൾ ഡേ നമ്മൾ ഇങ്ങനെ ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് 24 hours തേക്കും തോന്നില്ല. അതിന് മുന്നേ രണ്ട് പൊട്ടിക്കും. എനിക്ക് ഇടണ്ട. അയ്യോ ഇത് ടാസ്കാ. അവൻ ഫ്രണ്ടിൽ നടക്കുമ്പോ നീ റിവേഴ്സ് കിടക്കണം. കുറച്ചുകൂടെ ഒട്ടിച്ച്. അയ്യോ ഇപ്പൊ ഞാനങ്ങാൻ പാടില്ല. ഇത് നിങ്ങൾ എങ്ങനെ കഴിക്കൂ? നീ പ്രവീണ് ക്രീം ഇടും കേട്ടോ. എടാ ഇന്നത്തെ ദിവസം എനിക്ക് ഇന്നെ കാണാൻ പറ്റത്തില്ലടാ. പക്ഷേ ഇങ്ങനെ ഇരിക്കുമല്ലേ, കാണാൻ പറ്റത്തില്ല. എവന്റെ മോതലി കാണണ്ട. ഞാൻ രക്ഷപ്പെട്ടു. ഞാനും ബാത്റൂമിൽ പോടെ. ബാത്റൂമിൽ പോകാൻ ഒരു ചാൻസും ഇല്ല. ബാത്റൂമിൽ എങ്ങനെ ഇരിക്കണ? ബാത്റൂമിൽ എങ്ങനെ ഇരിക്കൂടാ? പറ്റത്തില്ല. ഇങ്ങനത്തെ ബാത്റൂം കണ്ടുപിടിച്ചിട്ടില്ല. അല്ലേ വല്ല പറമ്പിലും പോയി ഇരിക്കേണ്ടി വരും. ഇങ്ങനെ സൈഡിലോട്ടാ. വെറൈറ്റി ഗെയിം ആയിട്ടുണ്ട്. അടി കിടക്കുന്നവന്റെ അവസ്ഥ ഇത്തിരി ശോകമാ, എന്തായാലും പ്രശ്നമില്ല. ഇനി ഞാൻ എങ്ങനെ എണീക്കൂടെ? നീ ഇവിടെ കിടക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാടാ. എന്തോ ഒരു അസ്വസ്ഥത. പക്ഷേ അതാ അപ്പൊ ഞാൻ വീർപ്പിച്ചാ വീറു. എങ്ങനെയുണ്ട്? ഞാൻ വീർപ്പിക്കാം. വെള്ളം വേണോ? അടുത്തത് കൊച്ചിതേ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. നമ്മള് PSL ഫുട്ബോൾ എടുത്തായിരുന്നു. കൊച്ചു ഫൗൾ ചെയ്തു. കൊച്ചു കാണണ്ട. എടാ കൊച്ചുവിന് മഞ്ഞക്കാട് കിട്ടി. മഞ്ഞക്കാട്. ഞാൻ ഒന്നും ചെയ്തില്ല. കള്ളക്കളി. കൊച്ചു അങ്ങോട്ട് ചാട്. കൊറേ നേരം ഇരുന്ന് ഗെയിമൊക്കെ കളിച്ച്, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ട്. അതെ, ഈ വയറേ ഇറുകണ്. കഴിക്കാൻ പോവാ. വിശക്കുന്ന കേട്ടോ. സമയമായി. ഫുഡ് കഴിക്കാൻ സമയമായി. വേണമെങ്കിൽ ഇപ്പഴേ അങ്ങ് ഡ്രോപ്പ് ചെയ്യാൻ കേട്ടോ വെച്ചു. കുഴപ്പമില്ലല്ലേ? ഇത് കണ്ടാ വരുന്ന
അമ്മ പ്രസവിച്ചത് സയാമി സർട്ടുകളായിരുന്നോ? എങ്ങനെ കഴിക്കും ഫുഡ്? ആരും നിങ്ങളെ സെറ്റ് ചെയ്യലൊന്നും ഇരുന്നാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്. എങ്ങനെ ഇരിക്കും? അങ്ങനെ കിടന്ന അവിടെ മേളി. ഇനിയിപ്പൊ തറ ഇരിക്കാനേ പറ്റൂ. എനർജി ഒക്കെ പോയി ഗൈസ് ഇങ്ങനെ നടന്ന് സീരിയസ്ലി. എവന്റെ വെയിറ്റ് ഞാനും എടുക്കണം, എന്റെ വെയിറ്റ് അവനും എടുക്കണം. എന്തിനുണ്ട് തിന്നാൻ? നെത്തോലി ഫ്രൈ ഉണ്ട്, ചീനി അടുപ്പിരിക്കുന്നത്. ഓ ഇതൊന്നും ആയില്ലേ. പുറത്തോട്ട് ഇറങ്ങിട്ട് 2 റൗണ്ട് ഓടിയാലാടാ. പുറത്ത് എന്തൊരു ചൂട്. എന്തിനാ ഇറങ്ങിയപ്പോ? ആ ചുമ്മാ കേറ്. ഗൈസ് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഇരുന്നിട്ട് നടു ഭയങ്കര വേദന എന്ന് വെച്ചാൽ ഭയങ്കര വേദന. ഗൈസ് നമ്മള് ഇരുന്ന് മടുത്ത് കേട്ടോ. നേരെ ഇരിക്കാൻ പറ്റുന്നില്ല. കിടക്കാം. അതും കട്ടിലെ കിടക്കാൻ പാടാ, തറ കിടക്കാം. ഇങ്ങനെ സൈഡായി കിടക്കടാ. ഇങ്ങനെ കിടക്കാൻ പിന്നെ കുഴപ്പമില്ല. അല്ലാണ്ട് കിടക്കാൻ പറ്റത്തില്ല. ആ തലക്കണ ഇവിടെ തലകണോ? ഞാനും കൂടെ അതിന്റെ കൂടെ കേറിയോ? നീ കൂടെ ഉണ്ടായിരുന്നേ ചത്താനെ. അയ്യോ പറ്റത്തില്ല. ഇവിടെ 2 പേരായിട്ട് ഇങ്ങനെ നടക്കും. 3 പേര് എങ്ങനെ നടക്കൂടാ? ഈ ഫാൻ ഇടുവോ? ജോലി ചെയ്യണേ. ഗൈസ് അപ്പൊ ഇവിടെ കുറേ നേരം കിടക്കാൻ കേട്ടോ. ഇവിടെ ഇച്ചിരി റിലാക്സ് ചെയ്ത് കിടന്നിട്ട് ഫുഡ് കഴിക്കാൻ നേരത്തെ വരാം. ഓക്കെ ഇനി എങ്ങനെ എണീക്കും? റെഡി 1 2 3 സ്റ്റാർട്ട് പറഞ്ഞ് എണീക്കണം. അമ്മയ്ക്ക് എന്താ അഭിപ്രായം ഇതിനോട്? ഇതിനിടയിലൂടെ കേറി 2 3 സ്റ്റാർട്ട്. ചോറ് ഓറ് കഴിക്കല്ലേ. ഇച്ചിരി കഴിച്ചാ മതി. അച്ചാറ്, തൈര്, ഇനി മീൻകറി കൊണ്ടുവരും. മീൻകറി, പപ്പടം. എന്തൊരു അവസ്ഥയാണ് നോക്കണേ. തുറന്നു കാടി. ഇനി തുറന്നു തരണോ? ഇവിടെ ഒരു ചോറ് വാരി ഇടരുത്. ചോറ് വാരിയിട്ടാ തൂക്കണം. ആരെന്താന്നും ഇല്ലാത്ത ഫുഡ് അത്രക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാ. ഇത് തിന്നുന്നത് കൊണ്ടാ. ഗൈസ് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി. ഇവിടെ 2 സയാമി സെറട്ടകൾ താണ്ട് ഇവിടെ നടപ്പുണ്ട്. നമ്മളെ തറയെ കിടന്ന കിടത്താണ്. ഹലോ ഗായ്സ്. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളിവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്യായിരുന്നു. എന്ത് കിടിലം സണ്ണാന്ന് ചോദിച്ചു അല്ലേ? ബോഡിക്കൊക്കെ ചെറിയൊരു പെയിൻ ഉണ്ട്. കുറെ നേരമായിട്ട് നടുവേനായിരിക്കും. വയ്യ എല്ലായിടത്തും ഒക്കെ എന്തോ ഒരു ബുദ്ധിമുട്ട് കഴിച്ചു. സീരിയസ്ലി ഒന്നിനെ പൊക്കണം വയ്യ. നമ്മളൊരു കോപ്പറേറ്റീവിൽ പോയാലേ ഇത് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അല്ലാതെ ശരിയാവുന്നില്ലേ കൊച്ചു? നമുക്ക് ഇത് ഇങ്ങനെടാ. ഇതാ എളുപ്പം. ഞാൻ വേണ്ടല്ലേ. ഒന്നിന് പോണ്ടിരക്ക്. കാണിക്കുന്ന എന്താ? ബൈക്ക് ഓടിക്കുന്ന പുറത്തിറങ്ങിയ ആൾക്കാർ വിചാരിക്കും വട്ടാന്ന്. എവിടെ പോണ? വിടണ്ട കേട്ടോ. പിടിച്ചു വെക്കണേ. വിടുമ്പോ പറയണേ. എനിക്കൊന്ന് മാറാൻ. കൊച്ചു വയ്യെങ്കിൽ നിർത്തിക്കാൻ മതിയാക്ക്. കാരണം അത് ഇനി നമ്മുടെ ആരോഗ്യത്തിനൊക്കെ കേടായത്. എന്തായാലും ഗെയിമിൽ 2 പേരും വിട്ടുകൊടുക്കാതെ വാശിക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഗെയിം ഒരു ഇതെവിടുന്ന് കൊണ്ടുവന്നു നീ? ഞാൻ കണ്ടെത്തിയതാ. പാലില്ലെന്ന്. എന്തിനാ 2 മുതുക്ക് കാളെ പോലെ 2 എണ്ണം ഉണ്ടായിട്ട് അമ്മ പോണം. പാവം ഭർത്താവിനെ ഇങ്ങനെ പറയുന്നത് മുതുക്ക് 2 കാളയത്. എന്നെ പറഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ സ്വന്തം ഒരു ഭർത്താവിനെ പറയുന്ന ഭർത്താവിനെ നമുക്ക് എന്ത് പറയാം? ഒരു കാളയത്. ഭർത്താവിനെ നമുക്ക് എന്ത് പറയാം അല്ലേ ചേട്ടാ? ശരി എന്ന് പറയാം. പഞ്ചായത്ത് വകെ ഭർത്താവിന് എന്ത് പറയാം? പഞ്ചായത്ത് വകെ കൂട്ടി പോകാൻ നോക്കി കഴിച്ചു. നമ്മൾ പറയുന്നത് ചുമ്മാ അതാണെന്ന്. അമ്മ അല്ല, അമ്മ പറഞ്ഞതിന് വേണ്ടി നല്ല ലോട്ടിക്കും ഇപ്പം. അവക്ക് തന്നെ അറിയാം. അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞ അമ്മ. നടു അമ്മ നൂർത്തി. മനപ്പൂർവ്വം നൂത്ത് വെച്ചേ.
ആരിറങ്ങി ഓടും? ചൂടെടുത്തിരിക്കരുത്. സ്നേക് ഡാൻസാ? ഓട്, ഇറങ്ങി ഓട്. ഒരാളുടെ ദേഹത്തിട്ടാലും മതിയല്ലേ? ഇതെന്ത് കാണിക്കുന്ന? നടു കൊടുക്കൂ. ഈ സമയത്ത് നമുക്കിവിടെ ഈ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കാൻ പറ്റത്തുള്ളൂ. എന്തോ ചൂടാന്ന് അറിയാം. ഇപ്പൊ നമുക്ക് കിണറ്റിലെ വെള്ളമൊക്കെ കുറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പൊ ടാങ്കിൽ ഇവിടെ പഞ്ചായത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അത് പിടിക്കാൻ വേണ്ടി അല്ലല്ല കുടിക്കാൻ കൊള്ളത്തില്ല. തുണി കഴുകാനും പാത്രം കഴുകാനും തറ ഉടക്കാനൊക്കെ ആയിട്ട് എടുക്കാം. അവിടെ കുറെ നേരം ഇരുന്നിട്ട് ഒറ്റ നിപ്പാട്ടോ. ബിന്ദു എയറിന്റെ എക്സ്പ്രസ് എത്തി. ബിന്ദു എയറിന്റെ എക്സ്പ്രസ് എന്തുമായിട്ടാണ് വന്നിരിക്കുന്നത്? ഓ, മാഗി ആയിട്ട്. എനിക്കൊരു എഗ് മാഗി. എനിക്ക് ഗൈസ്, അപ്പൊ നമ്മള് മാഗി ഉണ്ടാക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. മാഗി അതെ അതെ ഫസ്റ്റ് നമ്മൾ മാഗി പഠിക്കണം. എടാ, അത് ചായ ഇടാനാണ് ആദ്യം ഇട്ടിരിക്കുന്നത്. ചായ ഒക്കെ എടുത്ത പാത്രത്തിൽ മാഗി ഉണ്ടാക്കുന്നു. ബ്ലഡ് ഫുൾ. ഫസ്റ്റ് ശുദ്ധമായ വെളിച്ചെണ്ണ. മുട്ടയുടെ മുട്ട മുട്ട തലയിലിട്ട് പൊട്ടിക്കില്ലേ? മുട്ട, നാടൻ മുട്ട, വെള്ളക്കൊഴിയുടെ മുട്ട. ഒരാള് ജോലി ചെയ്യുമ്പോ അടുത്ത ക്രസ്റ്റ്. ഈ ചെറുക്ക് കിണ്ടി പൊരിച്ചിട്ടുണ്ട്. മാറ്റി ഇനി മാഗി പ്രവീൺ ഉണ്ടാക്കുവേ. ഞാൻ മുട്ട കിണ്ടി പിടിച്ച് ഹാൻഡ് ഓവർ ടു പ്രവീൺ. മാഗിയൊക്കെ റെഡി ആക്കിക്കൊണ്ട് നമ്മൾ കഴിക്കുക. ചായ ഉണ്ടോ? ഇങ്ങനെ കഴിച്ച് നിന്നിട്ടൊക്കെ ഇവിടെ തന്നെ ഇരിക്കുക. അതാകുമ്പോൾ കൂടുതൽ ക്ഷീണം വരത്തില്ല. എണീറ്റ് നടക്കുമ്പോഴാണ് പ്രശ്നം. ഈ കഴിക്കുന്നൊക്കെ വെളി പോണ്ടേ? പോണം. ഈ സോനാബലത്തിൽ നിന്ന് ഊരിട്ടോണം. അയ്യോ, ഇത് ഇവിടെ വന്ന് തളർന്നിരിക്കുക. ഇത് എത്ര മണി വരെ ഉണ്ട്? ആരും വിട്ടുകൊടുത്തില്ലെങ്കിൽ എനിക്ക് വേണ്ടി കൊച്ചു വിട്ടു വരുന്നു. ഹേ ഗൈസ്, അച്ഛൻ താഴെ വന്നിട്ടുണ്ട്. അത് നമ്മളെ വീഡിയോന്റെ താഴെ കണ്ടോണ്ടിരിക്കുകയാണ്. നമ്മൾ മേലിൽ കയറി ഒന്ന് കുറെ നേരം ചായ ഒക്കെ കുടിച്ച് റെസ്റ്റ് ഒക്കെ ചെയ്ത് ടി വി ഒക്കെ കണ്ടുപിടിയിരിക്കുകയാണ്. ഈ സപ്പോർട്ടും വാങ്ങിയിട്ട് ഭയങ്കര ടയർഡായി. അല്ലേ, എത്രയായാലും ഒറ്റയ്ക്ക് നടക്കുന്നതിന്റെ സ്വാതന്ത്ര്യം കിട്ടത്തില്ല രണ്ടുപേരുടെ നടക്കുമ്പോ. ഇതിലെ ഞണ്ടൊക്കെ നടക്കും പോലെ നടക്കുന്നു. ഭയങ്കര പാട്. അത് മാത്രമല്ല, ഇവിടെ നിന്നൊക്കെ വയറിങ്ങനെ ഇറുവി ഇവിടെ മൊത്തം ഒരു പെയിൻ പോലെയൊക്കെ. താഴെ അച്ഛൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ അച്ഛൻ വരുന്നതിന് മുമ്പ് നമ്മൾ ഏറിയ കളയാണ്. അപ്പൊ അച്ഛന്റെ റിയാക്ഷൻ ആയിരുന്നു. അച്ഛൻ ഇങ്ങനെ ചലഞ്ച് ചെയ്യാന്ന് പോലും കണ്ടിട്ടില്ല. വളരെ വെച്ചു ഇവ ഇടയ്ക്ക് ഇപ്പൊ ഒറ്റയ്ക്കാണെന്നൊരു തോന്നല് വരുന്നുണ്ട്. ഞാൻ ഇവന്റെ കൂടെ ഉള്ളവരും മറന്നു പോകുന്നു. അച്ഛൻ പ്രസവിച്ചത് സയാമിസ് ആയിട്ടുള്ളായിരുന്നോ? ഒട്ടിപ്പോയി. ജന്മനെ ഇങ്ങനെ ഒട്ടണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. അതെ, അതുകൊണ്ട് ഞങ്ങൾ തന്നെ തീരുമാനിച്ച കുട്ടികളായിരുന്നു. എങ്ങനെയുണ്ട് നമ്മൾ ഒട്ടല്? ഞാൻ പ്രസവിച്ചല്ലേ? ജോയിന്റ് ആയതാ. സൗണ്ടൊക്കെ കേട്ട് ഞാൻ പൊക്കായി. നടു നടു അച്ഛൻ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടോ? ബുദ്ധിമുട്ടല്ലേ? ഇങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇരിക്കുന്ന എല്ലാത്തിനും റെഡി 1 2 3 പറയണം.
പഠിച്ചേട്ടാ നേരത്തെ ഇത്രയും അറിയത്തില്ല. രാവിലെ ഇത്ര ഇപ്പൊ എക്സ്പെർട്ട് ആയി. ഹേ ഗൈസ്, നമ്മള് ഡ്രോപ്പ് ചെയ്യാം കേട്ടോ. കാരണം 2 പേർക്ക് വയ്യ ഗൈസ്, നല്ല ബോഡി പെയിൻ. നേരെ ഇരിക്കാനും പറ്റുന്നില്ല, കിടക്കാനും പറ്റുന്നില്ല. രാവിലെ തൊട്ട് ഈ ആട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. പരിപാടി ഇനി അങ്ങോട്ട് മുമ്പോട്ട് ചിലപ്പോ ആരുടെ വരുന്ന മാറും. നാറുന്നതിന് മുമ്പ് ഇറങ്ങാം. നീ ഫസ്റ്റ് പൊട്ടിക്ക്. നീ പൊട്ടിയില്ല. നീ പൊട്ടിക്ക്. നീ തോറ്റെന്ന് പറ. നീ തോറ്റെന്ന് പറ. എടാ തോറ്റെന്ന് പറ. അല്ല, ഒരാളെ ജയിക്കാൻ പറ്റും. നേരം പരപര ഇരുണ്ടു ഗൈസ്. പരപര ഇരുണ്ടു. നമ്മള് വിന്നറിനെ കണ്ടെത്താൻ പോവുകയാണ്. നമുക്ക് രണ്ടുപേർക്കും വയ്യ, അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഒരു ഗെയിം നടത്തിക്കൊണ്ട് വിൻ ചെയ്യാൻ വിചാരിച്ചു. കാരണം രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എത്രത്തോളം നമ്മൾ നിൽക്കുന്നു, നാളെ ഇനി നമുക്ക് വീഡിയോ എടുക്കാൻ ചിലപ്പോൾ പറ്റിയത് വരത്തില്ല. കാരണം അത്രയ്ക്കും ഹെൽത്ത് ഭയങ്കര ബോഡി പെയിൻ ഉണ്ടാവണമായി. നാളെ എണീക്കത്തില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഗെയിം കളിച്ചുകൊണ്ട് അച്ഛൻ്റെ ഒരു ഐഡിയയിൽ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ എല്ലാം ഷഫിൾ ചെയ്ത് ബോൾ വെക്കാൻ വേണ്ടി പോവാട്ടോ. എത്ര ബോൾ? 8 ബോളുണ്ട്. അപ്പം അപ്പൊ എത്രത്തോളം സ്ട്രെങ്ത് വെച്ചിട്ട് ബോൾ കളക്ട് ചെയ്യുന്നു അവരെയും വിൻ ചെയ്ത് മൊത്തം 8 ബോളാണ് ഉള്ളത്. 1 2 3 സ്റ്റാർട്ട്. അത് പൊട്ടിയാലും എത്ര കിട്ടി? അത് ഇറുകിയിട്ട് ചുമന്ന കേട്ടാ. ഇത് ഒരുപാട് നേരം വെച്ചേക്കല്ലേ. സോന വേൾഡ് ഇവർക്ക് 2 കൈമാറുക. നീയല്ലേ എടാ, ഇത് മൊത്തം പോലെ അച്ഛൻ മറക്കി. ബെൽറ്റ് ഒക്കെ ഇങ്ങനെ ഇറങ്ങിയടേ. ഫുള്ളി ബോൾ. വിന്നർ. അപ്പൊ ഗൈസ്, ലാസ്റ്റ് സോനാ ബെൽറ്റ് നമ്മൾ അച്ഛനമ്മയ്ക്ക് കൈമാറി കേട്ടോ. അപ്പൊ എന്തായാലും നല്ല അടിപൊളി ഒരു വെറൈറ്റി ചലഞ്ച് തന്നെയായിരുന്നു. നിങ്ങളും എൻജോയ് ചെയ്ത് വിചാരിച്ചുകൊണ്ട് ഭയങ്കര ഫിസിക്കലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര പാടാ. കുറെ നേരം ഇരിക്കുമ്പോൾ ഭയങ്കര പാടായിരുന്നു. ആദ്യമേ നല്ല ഫണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങളും വേണമെങ്കിൽ ഒന്ന് വീട്ടിലെ ചേട്ടനെ അനിയനായിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഹസ്ബൻഡ് ആൻഡ് വൈഫിനും ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഫോർ ഫൺ. ഒരിക്കലും ട്രൈ ചെയ്യില്ല. നമ്മള് തോറ്റു. അപ്പം ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇതിനുള്ള വെറൈറ്റി കാണുന്നവരെ ബൈ. ഓ, അത് സെറ്റ്.